ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഉമ്മാൻ്റെ പഠിക്കണ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു മുതിര വെച്ചൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കി കല്ലെല്ലാം കളഞ്ഞൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതൊരു പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് ഈ ഒരു കളറിൽ വരുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കടിച്ച് നോക്കിയാൽ മതി, അന്നേരം ഇതിങ്ങനെ പൊട്ടും. അപ്പോൾ ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി, എത്രയാണോ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂണ് ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി ചെറിയ ഉള്ളി, അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 4 വിസിലോട് കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 4 വിസിലെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേവ് എങ്ങനെ നോക്കാം, നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. ആ ഒരു പരുവത്തിൽ അത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് പുളിയില്ല, കയ്യിൽ പച്ചമാങ്ങ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കാതെ പച്ചമാങ്ങ കറിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തത് കാരണമാണ് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റായി കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 അല്ലി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഇതിനകത്ത് എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വറവിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം വറവിട്ട പാനിലേക്ക് തന്നെയാണ് ഞാൻ കറി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കട്ടി കുറച്ച് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മാങ്ങ ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പം നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നിങ്ങൾക്കിത് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാ ഇതേപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.